പുറപ്പാട് അധ്യായം 30. ധൂപം കാട്ടും ഒരു ധൂപവീരവും ഉണ്ടാക്കണം. ചതുരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അതൊരു മുഴം നീളവും ഒരു മുഴം വീതിയുമായി സമചതുരവും 2 മുഴ ഉയരവുമായിരിക്കണം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും പഞ്ഞുകൊണ്ട് പൊതിയണം. അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ചുമക്കേണ്ടതിനെ തണ്ട് എഴുതുവാൻ അതിൻ്റെ വക്കും കീഴെ ഇരുപുറത്തും ഈ 2 പൊൻവളയവും ഉണ്ടാക്കണം. അതിൻ്റെ 2 പാർശ്വത്തിലും അവയെ ഉണ്ടാക്കണം. തണ്ടുകൾ ചതുരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നു പൊതിയണം. സാക്ഷ്യപ്പെട്ടതിന് മുമ്പിൽ ഞാൻ നിനക്ക് മുമ്പായി വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യനീതിയുള്ള കൃപാസനത്തിന് മുമ്പിൽ ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുമ്പാകെ അത് വെക്കണം. അഹരോൻ അതിന്മേൽ സുഗന്ധ ധൂപം കാട്ടണം. അവൻ ദിനംപ്രതി കാലത്ത് ദീപം പെറുക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടണം. അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധ ധൂപം കാട്ടണം. അത് തലമുറ യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപം ആയിരിക്കണം. നിങ്ങൾ അതിനെ അന്യധൂപമോ ഹോമയാകുമോ ഭോജനയാകുമോ അർപ്പിക്കരുത്. അതിനെ പാനീയാകോ ഒഴിക്കുകയുമരുത്. സംവത്സരത്തിൽ ഒരിക്കൽ അഹരോൻ അതിൻ്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിൻ്റെ രക്തം കൊണ്ട് അവൻ തലമുറ വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. യഹോവ പിന്നെ മോശെ കൽപ്പിച്ചു തന്നതാണ്. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവർ മധ്യ ബാധ ഉണ്ടാകാതിരിക്കാൻ അവർ ഓരോരുത്തരും താങ്ങാൻ്റെ ജീവന് വേണ്ടി വീണ്ടെടുപ്പുകൾ കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശ്രമത്തിൽ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 കേഴാണ്. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സോ അതിന് മീതിയുള്ളവനല്ല യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്. ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത്. ഈ പ്രായശ്ചിത്തത്തിൻ്റെയും നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചു തന്നാൽ കഴുകേണ്ടതിന് ഒരു താമര തൊട്ടിയും അതിനൊരു താമരക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിന് യാഗപീഠത്തിന് മധ്യേ വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതിങ്കിൽ അഹരോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിൽ ശുശ്രൂഷിക്കാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അത് അവർക്കും തലമുറ എന്നേക്കും ചട്ടമായിരിക്കണം. യഹോവ പിന്നെ മോശെ കൽപ്പിച്ചു തന്നാൽ നേത്രമായ സുഗന്ധവർഗമായി വിശ്വമന്ദിരത്തെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴുന്നത്തൊലി ഒരു വെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിധിപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. ഇത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടവും മോശയും മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂപവീടവും ഹോമയാഗ വീടോ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം. അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം. അവയെ തുടർന്നുകൊണ്ടൊക്കെയും വിശുദ്ധനായിരിക്കണം. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതെന്നാണ് ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അത് മനുഷ്യൻ്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. അത് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവൻ്റെ ജലത്തെയും ചേച്ചി കളയണം. യഹോവ പിന്നെ മോശയെ കൽപ്പിച്ചു തന്നതാണ് നീ നറുംപശ ഗുൽഗുലും ഹൽബാനപശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. അതെല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധമായ ധൂപവർഗമാക്കണം. നീ അതിലേതാനും മുടിച്ചുപൊടിയാക്കി ഞാൻ നിനക്ക് വെളുപ്പോളമുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വെക്കണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിൻ്റെ യോഗത്തിനൊത്തതായി നിങ്ങൾക്ക് ഉണ്ടാക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. നടക്കേണ്ടതിന് അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം.